പിന്നെ പറയുന്നതാണ് ആ അത് അതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മളെ ഒരു സിനിമ ഉണ്ടായിരുന്നില്ല മറ്റേ മണിച്ചിത്രത്തായി അതിലൊരു ഡോക്ടർ സണ്ണിയുണ്ട് മോഹൻലാൽ ഒരു മരണം ഉറപ്പാന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെ ഒന്നുകിൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കേണ്ടി വരും. ഇതാണ് സ്ഥിതി തുടരുന്നതെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം അത് ഈ ഭരണത്തെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ മനോരമയിലൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അത് കാരണം ഈ ആധികാരികമായി പറയുമ്പോൾ ഇങ്ങനെയുള്ള പത്രത്തിൻ്റെ കാര്യങ്ങളാണല്ലോ എടുത്തു പറയുന്നത്, ഒരു ബലം ഉണ്ടാവുക. MDMA സംഘം പോലീസ് പരിശോധന മറികടന്ന് രാഷ്ട്രീയ ബന്ധം പറഞ്ഞു. മലയാള മനോരമ. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വിതരണത്തിന് ശേഷം കാസർകോട്ടെ ഏജന്റുമാർക്ക് MDMA എത്തിക്കാൻ പോകുമ്പോഴാണ് സംഘം കുടുങ്ങിയത്. വഴിയിൽ പലയിടത്തും പോലീസ് പരിശോധനയ്ക്കായി ഈ വാഹനം തടഞ്ഞിരുന്നു. ഈ സമയം പ്രതികളിൽ ഒരാളായ KH മുഹമ്മദ് ഹുസൈൻ പുറത്തിറങ്ങി പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് തൻ്റെ രാഷ്ട്രീയ ബന്ധം പറഞ്ഞ് പരിചയപ്പെടുത്തുകയായിരുന്നു. ഇവിടെയെല്ലാം പോലീസ് പരിശോധന ഒഴിവാക്കി വാഹനം പറഞ്ഞു വിടുകയും ചെയ്തു. എന്നാൽ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തെ തുടർന്നാണ് സംഘത്തെ കാലിക്കടവിൽ വെച്ച് പിടികൂടിയത്. എന്ന് പറഞ്ഞാൽ കണ്ണൂരും കോഴിക്കോടും മലപ്പുറവും പോലീസ് വിട്ടുകൊടുത്തു. അതാണല്ലോ ഈ മനോരമ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ജാഥ പൊളിക്കാൻ ഒരു നിഷ്പക്ഷമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ ലഹരി മാഫിയ, അധോലോകം, കള്ളപ്പണക്കാർ, ഗുണ്ടകൾ എത്രത്തോളം ഗൂഢാലോചന നടത്തിയിട്ടാണ് ആ ജാഥയെ പല സ്ഥലത്തും തടഞ്ഞതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കിയതും എന്ന് വ്യക്തമാവും. അതായത് ഒരു ഭാഗത്ത് ഗുണ്ടകളുടെ യോഗം വിളിച്ചു ഒരു നേതാവ്, ഓർമ്മണ്ടല്ലോ. മറ്റൊരു ഭാഗത്ത് മയക്കുമരുന്നിൻ്റെ സംഘത്തിൻ്റെ യോഗവും വിളിച്ചു. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഒരു രൂപത്തിലുള്ള പ്രതിഭാസം? ഒരു ഗവൺമെൻറ്റിനെ തകർക്കാൻ ഏത് വഴിവിട്ട മാർഗവും സ്വീകരിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ പ്രകടമല്ലേ? ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ രൂപത്തിൽ തൂഫാൻ എന്ന് പറയുന്ന ഏറ്റവും നല്ല ഒരു പദ്ധതിക്ക് രൂപം കൊടുത്ത സമയത്ത് അതിനെ പൊളിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ രംഗത്ത് വരികയാണ്. ആ പ്രവർത്തനത്തെ തടയുന്നതിന് പോലീസുകാരുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഞങ്ങൾ ഇന്ന ആളുടെ ആൾക്കാരാണ്, ഞങ്ങളെ തൊടാൻ പാടില്ല എന്ന് 3 ജില്ലകളിൽ നിന്നും പോലീസിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെട്ടിട്ടാണ് കാസർഗോഡ് എത്തിയത് എന്ന് മലയാള മനോരമ പറയുകയാണ്. ഞാൻ പറയുന്നതല്ല, അങ്ങനെ ഒരു ആക്ഷേപം ഞാൻ പറയുന്നേയില്ല. മലയാള മനോരമ അടക്കം പറയാൻ നിർബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏത് രൂപത്തിലുള്ള അധോലോകമാണ്, മയക്കുമരുന്ന് ലോബിയാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത് എന്നുള്ളത് അത്ഭുതപ്പെട്ടു. ഇത് മനസ്സിലാക്കി ബോധപൂർവം തന്നെയാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതിന് രൂപം കൊടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹം ആഭ്യന്തര രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെടുത്തിയ ഈ പദ്ധതി പൊളിക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ ഈ മാഫിയ സംഘവും
ഇപ്പം രംഗത്ത് വന്നു എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അപ്പം ശക്തമായ നിലപാട് ആഭ്യന്തര വകുപ്പിന് എടുക്കാൻ പിന്തുണ കൊടുക്കുകയും ചെയ്യേണ്ടത് മുഖ്യമന്ത്രി. സംശയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സംശയം ഉണ്ടാകുന്നത് മനോരമ റിപ്പോർട്ട് പ്രകാരം 3 ജില്ലകളിൽ പോലീസിനോട് ഞങ്ങൾ കോൺഗ്രസിൻ്റെ ആളാണ്, ഇന്നേ ആളാണെന്ന് പറഞ്ഞു. അതാണ് സംശയം ഉണ്ടാക്കുന്നത്, ഞാൻ പറയുന്നതല്ല. അപ്പം അത് ദൂരീകരിക്കണം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ദൂരീകരിക്കണം. എൻ്റെ ഓഫീസിൽ നിന്നോ ഞാനോ അങ്ങനെ ഇടപെട്ടിട്ടില്ല, പ്രശ്നം തീർന്നു, അത് പറഞ്ഞാൽ മതി. കാസർകോട്ടെ എസ് പിക്ക് എന്തുകൊണ്ട് ഇത് പിടിക്കാൻ കഴിഞ്ഞു? മറ്റുള്ള സ്ഥലത്തുനിന്ന് പിടിക്കണ്ടല്ലേ? മലപ്പുറത്തും കോഴിക്കോടും വെച്ച് പിടിക്കണ്ടല്ലേ ഇത്? അവിടെ പിടിക്കാതെ കാസർഗോഡ് നിന്ന് എങ്ങനെ പിടിക്കാൻ കഴിഞ്ഞു? കാസർകോട്ടെ എസ് പിയും ഒരു മൗനാനുവാദം കൊടുത്തിരുന്നു എങ്കിൽ ഈ ഗൂഢസംഘത്തെ പിടിക്കാൻ കഴിയുമായിരുന്നോ? അവിടെയാണ് പ്രശ്നം. അതാണ് ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്. എവിടത്തേക്കാണ് കേരളത്തെ എത്തിക്കുന്നത്? ഇതുപോലെ 3 മാസം കൊണ്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു ഉറപ്പല്ലേ? കാരണം ഈ മാഫിയ സംഘത്തെ അത് പൊളിക്കുമെന്നുള്ളത് ഉറപ്പ്. അതിന് രമേശ് ചെന്നിത്തല നിന്ന് കൊടുക്കില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഡോക്ടർ സണ്ണീൻ്റെ ഒരു മരണം ഉറപ്പാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ പ്രശ്നത്തിൻ്റെ അകത്ത് നിങ്ങൾ എൻ്റെ KSF-ൻ്റെത് മറക്കരുത്. കാരണം ഞാനിത് പറയണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ ഈ റിപ്പോർട്ട് മനോരമയിലുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ. ഓ, അത് സംശയമില്ലല്ലോ. ഇച്ഛാശക്തി ആഭ്യന്തര വകുപ്പ് മന്ത്രി കാട്ടിയതുള്ളതാണല്ലോ ഞാൻ പറയുന്നത്. അതിനെ പൊളിക്കുന്നതിന് വേറൊരു ഭാഗത്ത് നിന്ന് ഇടപെടുന്നു എന്നാണ് മനോരമ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പറയുന്നത്. ആഭ്യന്തരത്തിൻ്റെ ഒരു ഇച്ഛാശക്തിയാണത്. ആ ഇച്ഛാശക്തി ആഭ്യന്തര വകുപ്പിൻ്റെ അത് മാത്രമായിക്കൂടാ, അത് മുഖ്യമന്ത്രിൻ്റെ കൂടി ഇച്ഛാശക്തി ആകണം. അതിനു പകരം ഈ പ്രതികൾ 2-3 സ്ഥലത്ത് നിന്ന് ഇന്ന് സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞു എന്ന് മലയാള മനോരമ പറയുകയാണ്, ദേശാഭിമാനിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും നല്ല കാര്യമാണ്, ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ കാണുന്നത് എന്താണ്? മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടു, പക്ഷേ അതെല്ലാം പൊളിഞ്ഞു വീഴുന്ന സ്ഥിതിയിലേക്ക് എത്തി. അല്ല, അതാ ഞാൻ പറയുന്നത്. അതായത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസവും കേരള ജനതയുടെ മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസ്യതയും സംരക്ഷിക്കുന്നതിന് ഇടപെടേണ്ടത് അദ്ദേഹമാണ്, മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇതിന് ശക്തമായ പിന്തുണ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രി. അതാണ് ഞാൻ പറഞ്ഞത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ, മുഖം നോക്കാത്ത നടപടി എടുക്കുന്നു. അതിനോട് പരിപൂർണമായി യോജിപ്പാണെന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇവർക്കെങ്ങനെയാണ് അഴിഞ്ഞാടാനുള്ള അവസരം കിട്ടുന്നത്? അതാണ് പ്രശ്നം. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേരാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ കൃത്യമായി പറയണം, പറഞ്ഞാൽ പ്രശ്നമില്ല. അതാണ് പ്രശ്നം. അതും വ്യക്തത വരുത്തിയാൽ മതി. കാരണം ഇയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അയാൾ പല സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. അയാളെ ഇപ്പോൾ കോഴിക്കോട്ട് എന്തോ ഒരു അദ്ദേഹം പറഞ്ഞ അദ്ദേഹം അത് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം വ്യക്തത ഉണ്ടാക്കി കൊടുക്കണം. അതായത് അതിനേക്കാളും മുമ്പേ ഞാൻ കണ്ടിട്ടില്ല, അന്ന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇത് നുണയാണെന്ന് പറഞ്ഞാൽ മതി, ആ പ്രശ്നം തീർന്നില്ലേ? അല്ല, അത് കളവാന്ന് പറഞ്ഞാൽ പോരെ? അത് എനിക്കെതിരായിട്ട് ഉണ്ടാക്കിയതാണെന്ന് ബോധപൂർവ്വം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ പറയണം, ഞാൻ ഇന്നലെ പറഞ്ഞത് തെറ്റായിരുന്നു, ഞാൻ ഈ യാതയുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ടല്ല കണ്ടത്, അതിനെ മുമ്പേ കണ്ടിട്ടുണ്ട്, എന്നോട് മറന്നുപോയതാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അങ്ങ് തിരിക്കുക പോരെ? ഓപ്പറേഷൻ തുഫാൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ലഹരി മാഫിയ വലിയ രീതിയിൽ പിടികൂടാൻ സഹായിക്കുന്നുണ്ട്. ഈ ആഭ്യന്തര ഇത്തരത്തിലൊരു ഇച്ഛാശക്തി കാണിക്കുന്നു. നേരത്തെയും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിൽ തന്നെ ലഹരി മാഫിയ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആഭ്യന്തരമന്ത്രി ഒരു ഇച്ഛാശക്തി കാണിച്ചില്ല എന്നുള്ള ആക്ഷേപം കൂടിയുണ്ട്. അത് ഈ തൂഫാൻ ഒരു വലിയ പ്രതീക്ഷ കൊടുത്തൊരു പദ്ധതിയാണ്. അത് ഞങ്ങളാരും അതിനെ എതിർത്തിട്ടില്ല. പ്രതിപക്ഷത്തിൻ്റെ എല്ലാ രൂപത്തിലുമുള്ള സപ്പോർട്ട് അതിനുണ്ട്. അതേ രൂപത്തിലുള്ള സപ്പോർട്ട്
UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കഴിഞ്ഞ സർക്കാർ കാലത്ത് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ശക്തമായിട്ടുള്ള നടപടി ഞങ്ങൾ സ്വീകരിച്ചിരുന്നു. ആ സമയത്തും അതിനെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടികൾ അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ അനുഭാവികളായിട്ടുള്ള ചില ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെയുള്ള ശക്തികൾ അന്നും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇത് ഒരു വെല്ലുവിളിയാണ് ആഭ്യന്തര മന്ത്രി ഏറ്റെടുത്തിട്ടുള്ളത്. അത് എന്തിനാണ് പിന്നെ ഇദ്ദേഹത്തെ മാറ്റിയത്, IG നോഡൽ ഓഫീസറെ മാറ്റിയിട്ടുള്ളത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഈ സമയത്ത് ആയിക്കോട്ടെ, അവധി പോയിട്ടാണ് ആയിക്കോട്ടെ, അത് ക്ലിയർ ചെയ്താൽ മതിയെന്നേ. എന്തുകൊണ്ട് അവധി പോകുന്നത്? ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവധി എടുത്തിട്ട് പോവുകയാണോ ചെയ്യേണ്ടത്? അപ്പോൾ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. എന്നാൽ ഈ ക്രെഡിബിലിറ്റി സംരക്ഷിക്കാൻ പറ്റുമല്ലോ. എനിക്ക് ഇവരാരെയും അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തണമെന്നുള്ള ഒരു ഉദ്ദേശവും ഇല്ല. ഇപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഉണ്ടാകുന്ന സംശയം, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകുന്ന സംശയം, അത് ദൂരീകരിക്കാനുള്ള നടപടി എടുത്താൽ പോരെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് ഒരു പുനഃപരിശോധന നടത്തണം. കാരണം ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് അത് ആവശ്യമാണ്. ഞാൻ അതിലേക്ക് മാത്രമേ ഇപ്പോൾ ഊന്നൽ കൊടുക്കുന്നുള്ളൂ. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞു. കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തുന്നില്ല എന്നത് ഓക്കെ. പക്ഷെ അതിനിടയിൽ തന്നെ മുഖ്യമന്ത്രി ഈ മെറ്റ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഈ വാർത്തകൾ നീക്കുക. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഇത്തരത്തിലൊരു സംശയം, ദുരൂഹത തോന്നുന്നത്. അത് ആരെങ്കിലും ഇടപെടാതെ മെറ്റയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നീക്കം ചെയ്യാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും ഇടപെടണം. ഒന്നുകിൽ കേന്ദ്രം ഇടപെടണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇടപെടണം. ആരും ഇടപെടാതെ അങ്ങ് മാറ്റുമോ? അത് വ്യക്തത ഉണ്ടാക്കി കൊടുത്താൽ മതി. അദ്ദേഹം പറയുന്നത് ഞാൻ അതിൻ്റെ അകത്ത് ഇടപെട്ടില്ല എന്നാണ്. പക്ഷേ അത് വിശ്വാസത്തിലെടുക്കാൻ കേരളത്തിന് കഴിയുന്നുണ്ടോ? കാരണം ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു പ്രത്യേക ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ഈ നീക്കൽ വരുന്നത്. അതാണ് സംശയം ഉണ്ടാക്കുന്നത്.